ഹലോ സുഹൃത്തുക്കളെ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഊട്ടിയിലായിട്ടാട്ടോ. ഊട്ടിയിലേക്ക് ഫ്ലവർ ഷോ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ നാടുകാണി ചുരത്തും എത്തിയിട്ടുണ്ട്. നാടുകാണി ടൗൺ എത്തി. നമുക്ക് നേരെ ഗൂഡല്ലൂർ പിടിക്കാം. ഓക്കെ, ഗൂഡല്ലൂർ ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മുതുമല ടൈഗർ റിസർവ് മസനഗുഡി വഴിയാട്ടോ പോകാൻ നിൽക്കുന്നത്. സാധാ ഊട്ടിക്ക് പോകണ നേരെ പോകല്ല, മസനഗുഡി വഴി ഒന്ന് കയറി വെക്കാം. ഇതാണ് നമ്മൾ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഉച്ചക്കും നല്ല സജീവമാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. മുതുമല ടൈഗർ റിസർവിൻ്റെ അവിടെ എത്തി. നമ്മളിന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാണ്ട് നമുക്ക് കാട്ടിലേക്ക് കയറാം. വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. ഉച്ച ആയിട്ടുണ്ട്. ഉച്ചക്ക് കാണുമല്ലേ നോക്കാം. പച്ചപ്പൊക്കെ ഉണ്ട്, മഴയൊക്കെ പെയ്തുകൊണ്ട്. ഇപ്പൊ കാണും. ഹോട്ടലിൻ്റെ ഉള്ളിലാണ്. എങ്ങനെ കാടുന്ന് ആനനെയും കുറച്ച് മാൻകൂട്ടങ്ങൾ കണ്ടു. ഇത് നമ്മളെ മസനഗുഡിക്കുള്ള പുതിയ പാലം തുറന്നു. പഴയ പാലം തന്നെയാണ്, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പുറത്തൂടെ സൈഡിൽ ഇപ്പോൾ വണ്ടി ഓടുന്നില്ല. ഇനി ഇവിടെ മസനഗുഡി കാട്ടിലെല്ലാം മൃഗങ്ങളും ഉണ്ടോ നോക്കുക. ഇവിടെ കയറിയപ്പോഴും ഫസ്റ്റ് കാണുന്ന മാൻകൂട്ടം കാണും. മാൻകൂട്ടം പിന്നെ ഇഷ്ടമാതിരി കാടും. എന്താ ക്ലിയർ, നീല ആകാശം ഇങ്ങനെ കണ്ടാണ്. നല്ല പച്ച, നല്ലൊരു ജബുട്ടൻ കാട്ടി. നല്ല ദമ്പ് സാധനം. എന്തത്തെ ഓണം. നല്ല ക്ലിയർ ആട്ടെ കാലാവസ്ഥ ഒക്കെ. ഉച്ചയുടെ ടൈം എന്നാലും വലിയ വെയിലുണ്ടെങ്കിലും ചൂടൊന്നും വല്ല അറിയണം. എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. നീലാകാശം, പച്ചക്കടൽ എന്ന് പറഞ്ഞ മാതിരിക്ക് നല്ല സൈഡിൽ കൂടെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ച. മസനഗുഡിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മസനഗുഡി അങ്ങാടിയൊക്കെ പിന്നിട്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല മൃഗങ്ങളെ ഇവിടേക്ക് എത്തിയിട്ട് പിന്നെ കണ്ടതൊന്നുമില്ല. അവിടെ ഒരു കാട്ടുപോത്തിനെ കണ്ടു. ഇവിടെ ഒന്നും വല്ലാതെ കാണാനല്ല. ഇനി ഉച്ച ടൈം ആയിട്ടാണ് എന്താ പറയുക. ഇനി നമുക്ക് കല്ലട്ടിച്ചോരം കയറാം. ഒരുപാട് ഹെയർ പിന്നുകൾ കയറി മറിയാണ്ട് നമുക്ക്. ഈ ചുരത്തിലൂടെ പോകുമ്പോൾ സുഖം എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വല്ലാതെ വാഹനങ്ങൾ വരൂല. അവരൊക്കെ തമിഴ്നാട് വണ്ടികൾ മാത്രമേ വിടുള്ളൂ. ബാക്കിയുള്ള വണ്ടികളൊന്നും വല്ലാതെ വിടൂല. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ധൈര്യമായിട്ട് പോകാം. അത്രയും കൂടുമ്പോൾ അളവുകളാണ്. ചുരത്തുമായി ഇത് സോറായില്ലേ, വണ്ടി തട്ടിയാൽ തിരിഞ്ഞ് ഇങ്ങനെ പോയിക്കോളും. കറങ്ങുന്ന അങ്ങനെ ചുരത്തിന് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വണ്ടികളൊക്കെ തടയുണ്ട്. കേരള വണ്ടികളാണ് നമ്മൾ പിടിക്കണം കൂടുതലും. മലന്റെ മേലെ കത്തണം, മലന്റെ മേലെ കത്തണം. കൊടും വളവാണ്, കൊടും വളവ്. നമ്മളെ ചുരത്തുമ്പോ വെച്ചിട്ടുള്ള ഇത് തട്ടിയാലിങ്ങനെ വണ്ടികളിങ്ങനെ കറങ്ങി ഇങ്ങനെ പോയിക്കോളും. അതാണ് അതിന്റെ വൈബ്. എല്ലാ ഹെയർ പിന്ന് വളവും കയറി നമ്മൾ താഴ്ന്ന് കണ്ട മലന്റെ ചോട്ട് എത്തിയിരുന്നു കേട്ടോ. അത് ലാസ്റ്റാണ്, മലന്റെ അടിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി കൃഷികളൊക്കെ കണ്ടു തുടങ്ങും. കാബേജിന്റെ കോളിഫ്ലവറിലെ കൃഷികളൊക്കെ കാണുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഊട്ടി റോഡിലേക്ക് ചാടുകയാണ്. ചുരമൊക്കെ കയറി ഇറങ്ങി മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ. ഇവിടെ തന്നെ പോലെ നല്ലോണം ചെക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. കേരള വണ്ടികളൊക്കെ അങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നത്. തമിഴ്നാട് വണ്ടികൾ മാത്രമാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങോട്ട് പിന്നെ ഏത് വണ്ടിക്കും കയറി വരാം. നമുക്ക് ഊട്ടിയിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബ്ലോക്കുകൾ തുടങ്ങി. നല്ല മുട്ടൻ ബ്ലോക്കുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയണില്ല. ടൂറിസ്റ്റ് ബസ്സിന്റെ അടിയിൽ ബാക്കിൽ പെട്ടപ്പോൾ ഒരുപാട് വൈകി പോയി ഞങ്ങൾ എത്താൻ.
നല്ല തിരക്കാണ് റോട്ടുമൊക്കെ. കുറേ ബ്ലോക്കിലൊക്കെ പെട്ടാണ്ട് ഏതായാലും നമ്മൾ ഊട്ടി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ ഗാർഡൻ്റെ അവിടേക്ക്, ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു ടൗണിലും തിരക്ക് തന്നെയാണ്. ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് തന്നെ വഴി ബ്ലോക്ക് ആക്കുകയാണ്. ഞങ്ങൾ കയറി പോരുന്നുണ്ട്, ബൈക്ക് ആയതുകൊണ്ട് തന്നെ പോരുകയാണ്. അവിടേക്ക് എത്തിയാൽ ചീത്ത കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടെല്ലാം മടങ്ങി പോകേണ്ടി വരും. നല്ല എണ്ണന്മാരെ ചീത്തയാക്കേണ്ടി വരും. ഇതാണ് മക്കളെ ഫ്ലോറസ് നടക്കുന്നതിൻ്റെ അവിടെ ടിക്കറ്റിന് തിരക്കാണ്, നല്ല തിരക്കാണ്. വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ വരിക, കഴിയണോ നേരത്തെ വരാൻ നോക്കുക. നല്ല തിരക്കുണ്ട്. ഞങ്ങളേതായാലും ടിക്കറ്റ് എടുക്കാനൊന്നുമില്ല, തിരക്ക് കൊണ്ടാണ്ട് അവിടെ എന്താണ്ട് ഇങ്ങനെ മടങ്ങി പോകുന്നത്. അപ്പം ഇനി ഫ്ലോറസ് ഷോ കാണാൻ വരുന്നവരൊക്കെ ഒന്ന് എന്തായാലും ഈ പാസ്സൊക്കെ വേണം. 10 രൂപ നമ്മളെ വീഡിയോ